അസമിലെ പ്രളയത്തിൽ 137 വന്യമൃഗങ്ങൾക്ക് ജീവഹാനി സംഭവിച്ചതായി വനപാലകർ അറിയിച്ചു. കാസിരംഗ ദേശീയ ഉദ്യാനത്തിന്റെ ഏറിയ ഭാഗവും പ്രളയത്താൽ ചുറ്റപ്പെട്ടു. 6 കാണ്ടാമൃഗങ്ങൾ കൊല്ലപ്പെട്ടതായി കാസിരംഗ നാഷണൽ പാർക്ക് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വംശനാശ ഭീഷണി നേരിടുന്ന ഹോഗ്മാനുകൾ ഉൾപ്പെടെ 99 മൃഗങ്ങളെ രക്ഷപ്പെടുത്തി. എൻസിപി ശരത് പവാർ വിഭാഗത്തിന് സംഭാവന നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകി. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ സംഭാവന സ്വീകരിക്കാൻ അനുവാദം വേണമെന്ന ആവശ്യവുമായി പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. സ്വമേധയാ ജനങ്ങൾ നൽകുന്ന സംഭാവന സ്വീകരിക്കാനുള്ള അനുമതിയാണ് നൽകിയത്. ഔദ്യോഗിക എൻസിപിയായി അജിത് പവാർ പക്ഷത്തിന് അംഗീകാരം നൽകിയതോടെ സംഭാവന വാങ്ങാനുള്ള അവകാശം ശരത് പവാർ പക്ഷത്തിന് നഷ്ടപ്പെട്ടിരുന്നു. കഴിഞ്ഞ 10 ദിവസത്തിനിടെ 2 ലക്ഷത്തിലധികം ഭക്തർ അമർനാഥ് ഗുഹാക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായി അധികൃതർ അറിയിച്ചു. ഇന്നലെ 5433 പേരടങ്ങുന്ന സംഘം യാത്ര തിരിച്ചു. നിലവിൽ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്നും പഹൽഗാമിൽ നിന്നുമാണ് സംഘങ്ങൾ യാത്ര തിരിക്കുന്നത്. 2 യാത്രാ റൂട്ടുകളിലും ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥയുണ്ടാകുമെന്നും പകൽ സമയത്ത് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഉത്തർപ്രദേശിലെ അമേഠിയിലുണ്ടായ റോഡപകടത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. 12 പേർക്ക് പരിക്കേറ്റു. ഡൽഹിയിൽ നിന്ന് ഉത്തർപ്രദേശിലെ ശിവാനിലേക്ക് പോകുകയായിരുന്ന ബസും മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായതെന്ന് അമേഠി പോലീസ് അറിയിച്ചു.